കഴിക്കുന്ന പാക്കറ്റ് ഫുഡ്സ് ആണെങ്കിലും പല സാധനങ്ങളും നമ്മൾ ലേബൽ ഒരിക്കലും തിരിച്ചു നോക്കാറില്ല. ഈ ലേബലിൻ്റെ അകത്ത് പലതരത്തിലുള്ള പേരുകൾ മാറ്റി മാറ്റി അവർ എഴുതുന്നത് കാരണം നമ്മൾ ശ്രദ്ധിക്കാറില്ല. അത്തരത്തിലുള്ള ഒരു ഡേഞ്ചറസ് സാധനത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഈ സാധനത്തിന്റെ പേരാണ് മാൾട്ടോഡെക്സ്ട്രിൻ. അപ്പോൾ ഈ മാൾട്ടോഡെക്സ്ട്രിൻ എന്താണെന്നും അതുപോലെ ഏതൊക്കെ ആഹാരങ്ങൾ ഉണ്ടാവുമെന്നും ഞാൻ വളരെ വ്യക്തമായി പറയാം. ഇത് ധാരാളം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അധികം ആളുകൾ നിങ്ങളോട് പറഞ്ഞു കാണത്തില്ല. പക്ഷേ ഇതാണ് ഷുഗറിനെയും കാട്ടും ഡേഞ്ചറസ് ആയിട്ട് പല അസുഖങ്ങളും ഉണ്ടാകുന്നത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ എല്ലാ അസുഖങ്ങളും 10 മടങ്ങ് ഇരട്ടിയിലും 10 മടങ്ങ് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് ഈ സാധനങ്ങൾ നിങ്ങൾ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ. ഇപ്പൊ ഗ്ലൈസിമിക് ഇൻഡെക്സ് 100 എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിലാണ് നമ്മുടെ ഷുഗർ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത്. അത് ഒട്ടും പാൻക്രിയാസിന് നല്ലതല്ല. നമുക്ക് ഡയബറ്റീസ് ഉണ്ടാവാനും പൊണ്ണത്തടി ഉണ്ടാവാനും വയറിന് ചുറ്റുമുള്ള വണ്ണം കൂടാനും അതുപോലെ കുടലിൻ്റെ അകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ ഈ പഞ്ചസാര കൂടി നിന്നാൽ പ്രശ്നം വരും. എന്താണ് കൃത്രിമമായിട്ടുള്ള പഞ്ചസാര? ഇതിന് എന്തൊക്കെ പേരിലാണ് വിളിക്കുന്നത്? കാരണം കൃത്രിമമായിട്ടുള്ള പഞ്ചസാര ആയതുകൊണ്ട് തന്നെ ഇതിനൊരു മാർക്കറ്റിൽ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. അവർ പറയുന്നത് 0 കാർബ് അല്ലെങ്കിൽ 0 ഷുഗർ എന്ന് പറഞ്ഞാണ് വരുന്നത്. പക്ഷെ ഇതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എത്രയാണ്? 100 ആണ്. അതായത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്പൈക്ക് ഉണ്ടാകുന്നത് ഒട്ടും നല്ലതല്ല. പല ന്യൂട്രീഷണൽ പ്രൊഡക്ട്സിനും കുട്ടികൾക്ക് കൊടുക്കുന്ന സാധനങ്ങളിലും പല പൗഡേഴ്സിലും നമ്മൾ കഴിക്കുന്ന പല ആഹാരങ്ങളിലും ഇത് കൃത്യമായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. മാൾട്ടോഡെക്സ്ട്രിൻ ആയിരിക്കില്ല അതിന്റെ ലേബലിൽ പറയുന്നത്. നമ്മൾ ലേബിൾ മറിച്ച് നോക്കുമ്പോൾ വേറെ വേറെ പേരായിരിക്കും. ഗ്ലൂക്കോസ് സിറപ്പ് എഴുതിയിട്ടുണ്ടായിരിക്കും, കോൺ സിറപ്പ് എഴുതിയിട്ടുണ്ടായിരിക്കും, മാൾട്ടോഡെക്സ്ട്രിൻ എഴുതിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് HFCN എന്നൊക്കെ പറഞ്ഞ് പല പേരിലാണ് എഴുതുന്നത്. ഈ പറഞ്ഞ 4 പേരിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനർത്ഥം അത് ഡേഞ്ചറസ് ആണ്. അപ്പൊ ഇതിനെക്കാട്ടും ഞാനൊരു വേല ചെയ്യാം, നിങ്ങൾക്ക് ഏതൊക്കെ ആഹാരങ്ങളിൽ ഇത് ഉണ്ട് എന്നുള്ളതും കൂടെ പറഞ്ഞുതരാം. അപ്പം അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് നിർത്താനായിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പ്രശ്നവും മാൾട്ടോഡെക്സ്ട്രിൻ സ്ഥിരമായി കഴിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാവും. മിക്ക പാക്കറ്റ് ഫുഡ്സിലും പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡിലും ഈ പറഞ്ഞ മാൾട്ടോഡെക്സ്ട്രിൻ അല്ലെങ്കിൽ കോൺ സിറപ്പ് അല്ലെങ്കിൽ പറഞ്ഞ ഷുഗർ സിറപ്പ് അടങ്ങിയിട്ടുണ്ട്. ഈ ലേബൽ നമ്മൾ തിരിച്ചു നോക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കണ്ടന്റ് തിരിച്ചറിയാനായിട്ട് പറ്റാത്തത്. ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്ന് ക്ലിയർ ആയിട്ട് പല സ്ഥലങ്ങളിലും എഴുതിയിട്ടുണ്ടായിരിക്കും. പല ജ്യൂസ് കടകളിൽ ഉപയോഗിക്കുന്നത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പാണ്. കാരണം വില കുറവാണ്. പഞ്ചസാരയും കാട്ടും വില കുറവായതുകൊണ്ട് പല ജ്യൂസുകളിലും മറ്റും ഉപയോഗിക്കുന്ന ഇതാണ്. ഇത് സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ ക്യാൻസർ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതൊക്കെ ആഹാരങ്ങളിലാണ് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അല്ലെങ്കിൽ HFCS ഷുഗറിനെയും കാട്ടും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കൃത്രിമമായിട്ടുള്ള ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ശരിക്കും കുട്ടികൾ കഴിക്കുന്ന ക്യാൻഡീസ് ഇല്ലേ, മിക്ക ഈ ചുമന്ന കളറിലും അതുപോലെ പല കളറിലും ഉണ്ടാക്കുന്ന ക്യാൻഡീസിലെല്ലാം ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പാണ് ആഡ് ചെയ്യുന്നത്. കാരണം വളരെ ചീപ്പാണ്. പഞ്ചസാരയും കാട്ടും വില കുറവായതുകൊണ്ടും കൂടുതൽ കേടാകാതെ നിൽക്കുന്നതുകൊണ്ടും HFCS ആണ് മിക്ക ചോക്ലേറ്റ്സിലും ക്യാൻഡീസിലും ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് സ്ഥിരമായിട്ട് ഇത് കൊടുക്കരുത് എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ കാണുന്നത് 15 വയസ്സുള്ള കുട്ടികൾക്ക് ഡയബറ്റീസും 15 വയസ്സ് കുട്ടികൾക്ക് പൊണ്ണത്തടി ഹൃദ്രോഗമൊക്കെ കാണുന്നത് വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പല ബേക്കറി ഐറ്റംസിനും ആഡ് ചെയ്യുന്നത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പാണ്. ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് സ്ഥിരമായി കഴിച്ചാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള